ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാട്ട് ഐ ഗോട്ട് പർച്ചേസ്ഡ് ഫ്രം ക്രിസ്മസ് ന്യൂ ഇയർ ഫ്രം മിന്ത്ര ആൻഡ് നൈക്ക. അത്രയുണ്ട് കേട്ടോ. ഇതിൽ 2-3 ഇനി ഉണ്ടായിരുന്നു, ഞാനത് പൊട്ടിച്ചു കുറച്ച്. അപ്പോൾ ഞാൻ ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല. ഇതിലൊരു സാധനം ലിപ്സ്റ്റിക്ക് മാത്രം ഒന്ന് പൊട്ടിച്ചു നോക്കിയിട്ടുണ്ട്, ബാക്കി ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അത് നോക്കാം. ആദ്യം തന്നെ ഞാൻ പൊട്ടിച്ചിട്ടുള്ള ഒരേ ഒരു സാധനം, ഇത് നൈക്കയിൽ നിന്ന് വന്നിട്ടുള്ള ബോക്സാണ്. ലിപ്സ്റ്റിക്കാണ്. എനിക്ക് കുറേ ലിപ്സ്റ്റിക്സ് ഉണ്ട്, ലിപ്സ്റ്റിക് കളക്ഷൻ ഉണ്ട് എന്നൊക്കെ പറയും. ലിപ്സ്റ്റിക്സിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് എപ്പോഴും പറയും, പക്ഷേ ചെയ്യലില്ല. ഒരിക്കൽ എന്തായാലും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇത് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കാണാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഞാനിത് പൊട്ടിച്ചു, എന്നിട്ട് നോക്കിയിട്ട് എഗെയിൻ തിരികെ വെച്ചു. ദിസ് ഈസ് ഫ്രം എറ്റ്യൂഡ്. എറ്റ്യൂഡിൻ്റെ ന്യൂ ലോഞ്ചാണെന്ന് തോന്നുന്നു. ഫിക്സിങ് ടിൻറ്റ് എന്നും പറഞ്ഞിട്ട്, ഇത് മെലോ പീച്ച് അല്ലേ? ഇത് മെലോ പീച്ച് എന്നൊരു ഷെയ്ഡാണേ. ഇത് ക്യാൻ യു സീ? ദിസ് ഇസ് 03 മെലോ പീച്ച് ഫ്രം എറ്റ്യൂഡ്. ഫിക്സിങ് ടിൻറ്റ് ഞാൻ ഷെയ്ഡ് കാണിക്കാമേ. ഭയങ്കര ലൈറ്റ്, നമ്മുടെ ഒരു പിങ്ക് ലിപ്സ്, പീച്ച് ലിപ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ഷെയ്ഡാണ്. ക്ലാസ്സിൽ പോകുമ്പോൾ ഇടാലോ, ഇച്ചിരി ലൈറ്റ് ഷെയ്ഡായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇത്. ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് ഷാർലറ്റ് ടിൽബറി മാർക്ക് ഓഫ് എ കിസ് റെഡ്, അതാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു ഷെയ്ഡ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഷെയ്ഡ് ലിപ്സ്റ്റിക്കും വാങ്ങിച്ചത്. അപ്പോൾ ഇതൊരെണ്ണം. ഇനി അടുത്ത് നമുക്ക് ഇത് നോക്കാം. ഞാൻ 3 നെയിൽ പോളിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം എനിക്ക് 28 ഡിസംബറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ നെയിൽ പോളിഷാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത് ഈ പർച്ചേസിൽ വരുന്നതാണ്. ഈ ഒരു കണ്ടോ, ഒരു സിൽവറിഷ് ഗ്രേ സിൽവർ, ഭയങ്കര മെറ്റാലിക് ഷെയ്ഡായിട്ടുള്ളത്. അത് മേടിച്ച എന്താ വെച്ചാൽ, ഒരു ദിവസം വെറുതെ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ മിന്ത്രയുടെ ആഡ് വന്നു. ആഡിൽ കണ്ട നല്ല ഷെയ്ഡ് നെയിൽ പോളിഷ് ആ ലേഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷെയ്ഡ് നെയിൽ പോളിഷ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ, അത് മിന്ത്രയുടെ ആഡായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ മിന്ത്ര ആയതുകൊണ്ട് ഞാൻ സഡനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഗ്രേ സിൽവർ, ഒരു മെറ്റാലിക്. ദെൻ ദ നെക്സ്റ്റ് വൺ പൊട്ടിച്ചപ്പോൾ മിന്ത്ര അടുത്തത് ഇതാണ്. ഷെയ്ഡ് വന്നിട്ട് LD10 ഫ്രം സ്വിസ് ബ്യൂട്ടി. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഫേസ് സ്കാൻ്റെ ആൻഡ് ലാക്മെ മാത്രമാണ് നെയിൽ പോളിഷുകൾ ഉപയോഗിക്കാറുള്ളൂ. ബിക്കോസ് എനിക്ക് ആ സ്മെൽ ഇഷ്യൂ ഉള്ളത് കൊണ്ട്. ഇതിന് സ്മെല്ലില്ലല്ലോ. ഇത് ഓക്കെയാണ് ഈ ബ്രാൻഡ്. എന്തായാലും ഈ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം. ഓ മൈ ഗോഡ്. ഞാൻ ലാക്മേയുടെ ജെൽ നെയിൽ പോളിഷിൽ റൈസിൻസ് എന്നും പറഞ്ഞൊരു ഷെയ്ഡുണ്ട്, ഈ ഒരു ലാവൻഡർ ഷെയ്ഡ്. എപ്പോഴും റൈസിൻസ് മേടിക്കും. ഇപ്പം എൻ്റെ റൈസിൻസ് തീർന്നു. പക്ഷേ ഞാനിതൊരു ഇച്ചിരി ഡാർക്ക്, ഇതിനേൽ ഇച്ചിരി 1 ഷെയ്ഡ് ഹയർ ആയിട്ടുള്ള ഷെയ്ഡ് എന്നും പറഞ്ഞിട്ടാണ് ഇത് കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത്. ബട്ട് ദിസ് ഈസ് ലൈക്ക് ലിറ്ററലി ലൈക്ക് ദ ലാവൻഡർ. ഓക്കെ, സ്വിസ് ബ്യൂട്ടി പ്രൊഫഷണൽ UV ജെൽ പോളിഷ് LD10 ആണ് കേട്ടോ. ഇത് ഈ ഷെയ്ഡ് വന്നിട്ട് LD10. ഐ തിങ്ക് ദ എമൗണ്ട് ഇസ് അറൗണ്ട് 200 and സംതിങ്ങിനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. മിന്ത്രയിൽ ഓഫർ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. 200 സംതിങ് എമൗണ്ടിനാണ് ഞാൻ വാങ്ങി. ഓക്കെ, എനിവേ ഇങ്ങനെ ഒരെണ്ണം. ദെൻ അഗെയിൻ ഫ്രം മിന്ത്ര. മിന്ത്ര എന്ന് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമില്ലേ? ചെറിയൊരു ബോക്സാണ്. ലിറ്ററലി ഇപ്പോൾ ഞാൻ പൊതുവെ എറണാകുളംകാരി കണ്ട ഒരു സാധനമാണ്. പിന്നെ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ പഠിക്കാൻ വരുന്നവർ, കോളേജുകാർ, രാജഗിരി സ്റ്റുഡൻസ് ഒക്കെ പറയുന്നത് മിസ്സേ ഇപ്പോൾ ഈ ഒരു ഗ്രീൻ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്, കോഫി ലുക്കാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ മേടിച്ചേക്കാറുണ്ട്. ബ്യൂട്ടി, ഇതെല്ലാം ഒരേ ബ്രാൻഡ് നെയിം ഡിഫറെൻറ്റ്, ബട്ട് ലൈക്ക് ദ സെയിം പാക്കേജിങ് ആൻഡ് ഓൾ ദോസ്. It comes from the main parent company, same I think. Yeah,
ബ്യൂട്ടി പീപ്പിൾ ഫ്രണ്ട്സ് ജെൽ പോളിഷ് ലോങ് ബിയ 16 shade number BP38. We'll check what's the color, and it's only 199. കണ്ടോ, ലൈക്ക് ദ സിമിലർ പാക്കേജിങ് ആൻഡ് ഓൾ ദോസ്. കുപ്പിയുടെ ഷേപ്പ് അത് ഇതെല്ലാം അപ്പോൾ ഒരേ കമ്പനി, പാരൻ കമ്പനി സെയിം ആയിരിക്കും. അയ്യോ അമ്മേ, ഓക്കെ. ഇതാണ് ഷെയ്ഡ്, കണ്ടോ? യോ നൈസ്. BP38. ഞാൻ വേണേ ടാഗ് ചെയ്ത് കേട്ട്. നൈസ് ഷെയ്ഡ്, നല്ല ഷെയ്ഡാട്ടോ. 2 നെയിൽ പോളിഷ്, ആക്ച്വലി 3. ഇത് ഞാൻ നോക്കട്ടെ, എടുക്കാം. എൻ്റെ നെക്സ്റ്റ് വൺ. ഇപ്രാവശ്യം ഞാൻ ഫ്ലിപ്കാർട്ടിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തായിരുന്നേ. പണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിക്കുമായിരുന്നു, 3-4 ഇയേഴ്സ് ബാക്ക്. പിന്നെ ഫ്ലിപ്കാർട്ട് മേടിക്കാറില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുമായിരുന്നു. ബ്യൂട്ടി ആൻഡ് ഫാഷൻ അങ്ങനെയുള്ള ഒന്നുമല്ല ഫ്ലിപ്കാർട്ടല്ല മേടിക്കുന്നത്. ദിസ് ഇസ് മൈ കോട്ടൺ പാഡ്സ്. ഇത് ഡെയിലി മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലോറിയലിൻ്റെ ഒരു ക്ലെൻസർ ലിക്വിഡ് ഉണ്ട്, അത് ഈ കോട്ടൺ പാഡിലാക്കിയിട്ട് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്തിട്ടാണ് ദെൻ ഫേസ് വാഷ് ഇട്ട് ക്ലീൻ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഡബിൾ ക്ലെൻസിങ്, എല്ലാവർക്കും ഉള്ള പരിപാടിയാണല്ലോ, ഡബിൾ ക്ലെൻസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കോട്ടൺ പാഡ്സ് തീർന്നായിരുന്നു. ഇതിപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു 3rd ടൈമായിരിക്കും ഈ NutriPS എന്ന് പറഞ്ഞിട്ട് ഉള്ള ബ്രാൻഡിൻ്റെ കോട്ടൺ പാഡ്സ് മേടിക്കുന്നത്. നല്ലതാണ്, അപ്പോൾ ഞാനത് യൂസ് ചെയ്യലുണ്ട്. ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സൈറ്റിലൊക്കെ നോക്കിയിട്ട് എനിക്ക് കിട്ടാനില്ലായിരുന്നു. ഇതൊരു ബുക്കാണ്, ഇൻസ്റ്റായിട്ട് വായിക്കാൻ ഇഷ്ടമുള്ള വായിക്കുന്നവർ അറിയുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു ബുക്ക്. നല്ല പോപ്പുലറായിട്ട് ഒരുപാട് പേര് വായിക്കുന്ന ഒരു ബുക്കായിട്ട് വരുന്നുണ്ട്. വി ആർ ദെയർ ഫോർ ഈച്ച് അതർ. ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു ഇതെനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓവർ 10,000+ കോപ്പീസ് സോൾഡ്. വി ആർ ദെയർ ഫോർ ഈച്ച് അതർ. കുറേ ഫ്രണ്ട്സിൻ്റെയും ലവറിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്ന് ഞാൻ കേട്ടു. എനിക്കറിയാൻ പാടില്ല, വായിക്കാൻ പോകുന്നേ ഉള്ളൂ. വായിച്ചിട്ട് റിവ്യൂ പറയും. ഓ മൈ ഗോഡ്, ഒരു ബുക്ക് കിട്ടുമ്പോൾ എന്ത് സന്തോഷമല്ലേ എനിക്ക്. നല്ല സന്തോഷമാണ് ബുക്ക് കിട്ടും. ദിസ് ഈസ് ലിറ്ററലി സംതിങ് ലൈക്ക് എ ഹോൾഡർ which I ordered it for my online business, and this is also too good to use in home. നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല സാധനമാണ്. അത് പലരിലും ഉണ്ടാവും. മെയിനായിട്ട് ഫ്ലിപ്കാർട്ടിലെ സാധനങ്ങൾ എല്ലാവരും കാണുന്നത് എടുക്കുന്നത്. നല്ല രസമുണ്ടല്ലോ. ഇറ്റ്സ് ലിറ്ററലി സീൻ ലൈക്ക് എ ക്യാപ്, റൈറ്റ്? But this is not at all a cap. I'll open this. Oh man. Yeah. ഇത് 3 സൈസാണേ. ഫ്രൂട്ട്സ് വെക്കാൻ നല്ലതാ, പിന്നെ നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സ് വെക്കാൻ നല്ലതാ. അപ്പോൾ എനിക്ക് ബിസിനസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ലീവ് എടുക്കുന്ന ദിവസമാണ് ഞാൻ എൻ്റെ ബിസിനസ്സൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇട്ട് നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാധനം. കൊള്ളാം കേട്ടോ, നൈസ് കളർ. കുറേ കളേഴ്സ് ഉണ്ടായിരുന്നേ ഫ്ലിപ്കാർട്ടിൽ, കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കെ. അതിൽ ഞാൻ റെഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണോ. എനിക്ക് എൻ്റെ നെയിൽ പോളിഷ് അങ്ങനെയുള്ള സാധനങ്ങൾ ഞാനൊരു ചെറിയ ഡബ്ബ പോലെ ഒന്നിലാണ് നെയിൽ പോളിഷ് കീപ്പ് ചെയ്യുന്നത്. അതൊക്കെ ഇട്ട് വയ്ക്കാൻ കൊള്ളാം. എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ഇടാൻ നല്ലത്. ഓക്കെ, ദെൻ ഇതെന്താണെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഇനി ഇതിനകത്ത് ഈ ബോക്സിനുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും വെയിറ്റില്ല. ഭയങ്കര വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ബോക്സും ആണേ. അപ്പോൾ
ആക്ച്വലി ഐ ലിറ്ററലി ഡോണ്ട് നോ വാട്ട്സ് ഇൻസൈഡ് ഇൻ ദിസ് ബാഗ്. ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഇതെന്താ വന്നേ? ഒന്നാമത് ഇന്ന് വരുമ്പോൾ ഞാനിവിടെ വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ട്രിവാൻഡ്രത്ത് വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് വരുമ്പോൾ ഇവിടെ കണ്ട ഡൈനിങ് ടേബിൾ മൊത്തം കൊറിയർ. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയുന്നുണ്ട്, കുറേ കൊറിയർ വന്നിരിപ്പുണ്ട്. ലിറ്ററലി കാലി. ഈ ഒരു സാധനം വന്നതിനാണ് ആ ബോക്സ്. ഓ, ദിസ് ഇസ് മൈ ഇൻക്ലൂഡ് കാജൽ. ഐ തിങ്ക് You all do know the Incloud. Incloud is a premium makeup brand like MAC, Huda Beauty and all those. അപ്പോൾ എനിക്ക് കാജൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ കുറച്ച് പ്രീമിയം കാജൽസ് ഉണ്ട്, ലൈക്ക് ബോബി ബ്രൗൺ, മാക് ആൻഡ് ഹ്യൂദ ബ്യൂട്ടി ഇല്ലാന്ന് തോന്നുന്നു, അങ്ങനെ കുറച്ച്. അപ്പോൾ ഇൻക്ലോട്ട് വേണമെന്ന് ഞാൻ കുറേ പേരുടെ, പിന്നെ കോർലിസ്റ്റ ബൈ അങ്കിത ഇല്ല, ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരേ ഒരു ബ്യൂട്ടി ചാനലായിരിക്കും അത്, നമ്മുടെ ഇൻഫ്ലുവൻസർ അങ്കിതയുടെ കോർലിസ്റ്റ ബൈ അങ്കിത. അപ്പം അങ്കിത ഏതോ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യുന്ന കണ്ടു എന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാനിത് വേണം എന്ന് വിചാരിച്ചു. പിന്നെ കുറേ പേര്, പുറത്തുള്ള കുറേ പേരുടെ ഞാൻ ഫോളോ ചെയ്യുന്ന, പിന്നെ പ്രേരണ ചാബ്ര ഇപ്പോൾ കാനഡ എന്തോ അല്ലേ, അപ്പോൾ പ്രേരണ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നുണ്ട്. അന്നേരം ഞാൻ വിചാരിച്ചതാണ് എനിക്കിത് മേടിക്കണം എന്ന്. നൈക്കയിൽ അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ ഞാൻ മിന്ത്ര നോക്കിയപ്പോൾ മിന്ത്രയിലുണ്ടായിരുന്നു. മിന്ത്രയിൽ നിന്ന് മേടിച്ചതാണ്. മിന്ത്രയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മിന്ത്രയിൽ നിന്ന് മേടിച്ചു. ലൈക്ക് ഗുഡ്, റൈറ്റ്, ഗുഡ്. അപ്പോൾ എൻ്റെ കാജൽ ഇനി മറ്റേ ഇത് കാണിക്കാം. മാക്സ് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വരെ ഹസ്ബൻഡ് BPCL സ്റ്റോറുണ്ട്. സ്റ്റോർ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്ന് മെയിൻ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഞാൻ ജിയോമാർട്ട്, ബ്ലിങ്കിറ്റ് അങ്ങനെ സൈറ്റുകളുണ്ടല്ലോ, അതിൽ ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ എല്ലാം ഡെലിവറി ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് ഓർഡർ ചെയ്യും വീട്ടിലേക്കുള്ള സാധനം. ഇതുപോലെ ഡ്രസ്സും ഞാൻ മാക്സ് ട്രെൻഡ്സിൽ പോയിട്ട് എടുക്കും. മാക്സിൽ നിന്ന് ഓൺലൈൻ എടുക്കലുണ്ട്. ഇതൊരിക്കൽ ഞാൻ മാക്സിൽ പോയപ്പോൾ ഇട്ട് നോക്കിയിട്ടുള്ള ഷർട്ടാണ്. ഇപ്പം എനിക്ക് കുറച്ച് ഷർട്ടിനോടൊരു ഇഷ്ടമുണ്ട്, അതുകൊണ്ട് ഞാൻ മേടിച്ച ഷർട്ടാണ്. കൊള്ളാല, നല്ല ഷർട്ട്. അടുത്തത്, ഈ ഷർട്ട് കൊള്ളാം. ഭയങ്കര ഓക്കെ, ഒരു പ്രിന്റഡ് ഷർട്ട്. പിന്നെ ഇത് ദിസ് വൺ ഡീ ബെല്ലെ in the shade Polaris, and ഈ ഷെയ്ഡ് ലൈക്ക് ദിസ്. ഞാൻ ഇട്ടിട്ടുള്ള ഈ ഷെയ്ഡാണേ. ഓക്കെ, എടുത്തു കഴിഞ്ഞു. ഇനിയുള്ളത് ക്രിസ്മസ് സെയിൽ ഫ്രം the brand W. This is from the brand W. Yeah, it's simply a tunic top for jeans, and another one printed shirt, embroidery shirt, also from the brand W. This is W. ഇതും എംബ്രോയ്ഡറി ഉണ്ട് ഇതിനകത്ത്. ഇത് കണ്ടോ, എംബ്രോയ്ഡറി വർക്ക് ഉണ്ട്. അപ്പോൾ ടോപ്പ് മൊത്തം ഉണ്ട് കേട്ടോ എംബ്രോയ്ഡറി വർക്ക്. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ Christmas New Year purchases. So until the next video, bye bye.